അടിമാലി കുരിശുപാറ കല്ലാർവാലി കാടമം എസ്റ്റേറ്റിൽ സംഘർഷം. നിരവധി പേർക്ക് വെട്ടേറ്റു. എസ്റ്റേറ്റിൽ സ്ഥിരം തൊഴിലാളികളായിരുന്നവരും എസ്റ്റേറ്റ് ലീസിന് എടുത്തവരും തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. എസ്റ്റേറ്റ് ലീസിന് എടുത്തവരുടെ ഗുണ്ടകളാണ് തൊഴിലാളികളെയും നാട്ടുകാരെയും വെട്ടിയത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. എസ്റ്റേറ്റിലെ സ്ഥിരം തൊഴിലാളികളെ എസ്റ്റേറ്റ് ലീസിനെടുത്ത മാനേജ്മെന്റ് 1.5 വർഷം മുമ്പ് പിരിച്ചുവിട്ടിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായി തൊഴിലാളികൾ ആനുകൂല്യങ്ങൾക്കായി കയറിയിറങ്ങുകയാണ്. ഗ്രാറ്റുവിറ്റി, ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ചോദിക്കുന്നതിനാണ് കൂട്ടമായി തൊഴിലാളികൾ ഇന്ന് എസ്റ്റേറ്റിൽ എത്തിയത്. ഞങ്ങൾ സിറ്റി നിൽക്കും. അപ്പോഴത്തേക്ക് ഇങ്ങനെ കലാർവാസിയുടെ വിഷയമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാം ഓടിച്ചെന്ന് അവിടെ ഒരു 10 പേര് ചെറിയൊരു എന്തോ ഒരു ഉണ്ടോ സാധനം പുറത്തേക്ക് എറിഞ്ഞു. ഞങ്ങൾ സ്ഥലത്ത് വന്ന് സാധനം പൊട്ടി. അപ്പോൾ ഞങ്ങൾ കുറേ പേര് പേടിച്ച് ഓടിക്കുമ്പോഴത്തേക്കും രണ്ട് സൈഡിലെ ആൾക്കാരായി പോയി. അപ്പോഴത്തേക്ക് 10-15 പേര് അകത്ത് ഹെൽമെറ്റൊക്കെ വെച്ച് ഒരു ചെറിയ പിള്ളേർ സെറ്റാ ഒരു 10-15 പേര് കാണും. ഇവർ വന്ന് അച്ചാരം പൊച്ചാരങ്ങ് വെക്കാൻ തുടങ്ങി. തോട്ടം ഉടമകളായ ആന്ധ്ര സ്വദേശികളുടെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ട ആളുകളും തൊഴിലാളികൾക്കൊപ്പം ഉണ്ടായിരുന്നു. എസ്റ്റേറ്റിനുള്ളിൽ കയറിയ തൊഴിലാളികളും എസ്റ്റേറ്റ് ലീസിനെടുത്ത കട്ടപ്പന സ്വദേശിയുടെ ജീവനക്കാരുമായുണ്ടായ വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. കമ്പനി ഞങ്ങളെ ഏർപ്പെടുത്തിയതാണ്. ഞങ്ങൾക്കിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനും നിങ്ങൾ അവർക്ക് ലീസിന് കൊടുത്ത സ്ഥലമല്ലത്, അവരത് കയറി എടുത്തതാണ് ബൈ ഫോഴ്സ് ആയിട്ട്. ഇന്ന് നടന്ന സംഭവം ഞങ്ങളത് മീഡിയയായിട്ട് പോയി അവര് വഴിയിൽ വെച്ച് അവരുടെ ഗുണ്ടകൾ ഉണ്ടായിരുന്നു. നമ്മൾ സ്നേഹമായിട്ട് മുമ്പോട്ട് പോയി. അവിടെ ചെന്നപ്പോഴും അവർ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകും, അല്ലെ ഒരെണ്ണം ഒരു കാലയിലും 2 കാലേ പോകില്ല. നിരവധി തൊഴിലാളികൾക്കും ആന്ധ്ര സ്വദേശികളായ തോട്ടം ഉടമകളുടെ മാനേജ്മെന്റ് സംഘത്തിനും പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മറ്റുള്ളവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അടിമാലി പോലീസ് എത്തി 2 പേരെ പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായി 60ഓളം വരുന്ന തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത അവസ്ഥയായിരുന്നു. ആന്ധ്രാപ്രദേശ് സ്വദേശികളായ എസ്റ്റേറ്റ് ഉടമസ്ഥരും എസ്റ്റേറ്റ് ലീസിനെടുത്ത കട്ടപ്പന സ്വദേശികളും തമ്മിലുള്ള കേസ് ഹൈക്കോടതിയിൽ തുടരുകയാണ്. കൈരളി ന്യൂസ്, ഇടുക്കി.